പത്തനംതിട്ടയിൽ നിന്നും ഒരു സഹായമുണ്ട്. ഇതുപോലെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരുപാട് ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് അവരാൽ കഴിയുന്ന രീതിയിൽ സഹായങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വയനാട്ടിലെ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് 1 കോടി രൂപ ആണ് നൽകുക. മുഴുവൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളും ഐക്യകണ്ഠേനയാണ് തീരുമാനമെടുത്തതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് പി രാജപ്പൻ പറഞ്ഞു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ ശേഷം പത്തനംതിട്ട ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, നഗരസഭകൾ, ജില്ലാ പഞ്ചായത്ത് എന്നിവ സംയുക്തമായി 2 ലോറി നിറയെ അവശ്യവസ്തുക്കൾ വയനാട്ടിലേക്ക് അയച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജില്ലാ പഞ്ചായത്ത് 1 കോടി രൂപ സംഭാവന ചെയ്യാൻ തീരുമാനിച്ചതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് പി രാജപ്പൻ പറഞ്ഞു. വയനാട് നടന്ന ദുരന്തത്തെ പറ്റി ഏവർക്കും അറിയാവുന്നതാണ്. ആ ദുരന്തത്തിൽ നിരവധി പേര് മരണപ്പെടുകയുണ്ടായിട്ടുണ്ട്. ഒട്ടേറെ പേർ ആരോരുമില്ലാത്തവരായിട്ടുള്ള ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട്. നിരവധി പേർക്ക് ഭവനവും അതിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാം നഷ്ടപ്പെട്ടവർ ഉണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ജില്ലാ പഞ്ചായത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 കോടി രൂപ നൽകാൻ തീരുമാനിക്കുകയും ചെയ്തത്. വയനാട്ടിലെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ പുനരധിവാസത്തിന് ധാരാളം തുക സർക്കാരിന് ചിലവാക്കേണ്ടി വരും. ഈ സാഹചര്യത്തിൽ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 കോടി രൂപ നൽകാൻ തീരുമാനിച്ചതെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് പി രാജപ്പൻ അറിയിച്ചു. 14-ാം തീയതി ബഹുമാനപ്പെട്ട CM-ന്റെ ഒരു സമയം ലഭിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക്. അന്ന് നേരിട്ട് കൊണ്ട് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഈ മാസം 14-ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി തുക കൈമാറാനാണ് തീരുമാനം എടുത്തിട്ടുള്ളത്. റിപ്പോർട്ടർ, പത്തനംതിട്ട.